Hi friends, welcome back to my channel. This is MufdaNouf from My Fashion. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ My Fashion 1 year ബേബിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു പാർട്ടി വെയർ ഫ്രോക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കാണാം. ബേസിക്കലി ഇതൊരു നെറ്റ് ഫ്രോക്കാണ്. ഞാനിവിടെ 6.5 മീറ്ററോളം നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 മീറ്റർ സാറ്റിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 മീറ്ററോളം സ്റ്റിഫ് നെറ്റ് അല്ലെങ്കിൽ കൺകൻ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കോട്ടൺ ഫാബ്രിക്കും. കോട്ടൺ ഫാബ്രിക്കിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് പറഞ്ഞു തരാം. നമ്മൾ ഈ ഒരു ഫ്രോക്ക് 1 year ബേബിക്ക് ഫ്ലോർ ലെങ്ത് കൺസെപ്റ്റിലാണ് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം സ്റ്റാൻഡേർഡ് സൈസ് പ്രകാരം 24 ആണ് ഫുൾ ലെങ്ത്ത് വരിക. കസ്റ്റമർ നമുക്ക് 23 സൈസിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിവിടെ 16 ഇഞ്ച് ലെങ്ത്തിലാണ് ഓരോ പീസും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ബോട്ടം പാർട്ടിലുള്ള പീസുകൾ. അപ്പം ഞാനിവിടെ ഫുൾ ഫ്ലെയർ എടുത്തിട്ടുള്ളത് 9 മീറ്റർ ഫ്ലെയറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഓരോ മീറ്ററും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മീറ്ററോളം ഫാബ്രിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഓരോ പീസ് ഞാനിങ്ങനെ 16 ഇഞ്ച് ലെങ്ത്ത് വരുന്ന പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്തിട്ട് ഗ്യാദേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടം പാർട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഈ ഒരു ഫ്രോക്ക് നമുക്ക് മുട്ട് വരെ അല്ലെങ്കിൽ നീ ലെങ്ത്ത് ഒക്കെയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ 18 ഇഞ്ചാണ് ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വരിക. അപ്പം നമ്മൾ 11 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്താൽ മതിയാകും. ഇത് സാറ്റിൻ ഫാബ്രിക്കാണ്. ഈ സാറ്റിൻ ഫാബ്രിക് ഞാൻ ഫുൾ സർക്കിളാണ് ലൈനിങ്, നമ്മൾ ഫസ്റ്റ് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാറ്റിൻ ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൽ ഫുൾ സർക്കിളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 15 ഇഞ്ച് ലെങ്ത്തും വേസ്റ്റ് 21 ഇഞ്ച് വിടുത്തും വരുന്ന രീതിയിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 15 ഇഞ്ച് ലെങ്ത്തിൽ എടുക്കാം. നമ്മളൊരു ഫാബ്രിക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് 18 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. 2 എഡ്ജസും 2 കോണും 18 ഇഞ്ച് ലെങ്ത്ത്, മിനിമം 18 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്ന ഫാബ്രിക്സാണ് കട്ട് ചെയ്താലാണ് ഈ ഒരു മെഷർമെൻറ്റിലുള്ള ഫുൾ സർക്കിൾ കിട്ടാം. ഇനി നമുക്ക് കോട്ടൺ ഫാബ്രിക്സ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ഞാനിവിടെ 14 ഇഞ്ച് ലെങ്ത്തിലാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും കോട്ടൺ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഫാബ്രിക്സ് എടുത്തിട്ടാണ് വേസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫാബ്രിക് ഒന്ന് ലൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതായത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓവർ ടേക്ക് ചെയ്യാതെ കുറച്ചൊന്ന് ലൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ള പ്ലീറ്റ്സ് ചെയ്തെടുക്കാനുള്ള ഫാബ്രിക്സും കൂടെ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് 7 ഇഞ്ച് ലെങ്ത്ത് വരുന്ന 3 പീസുകളാണ് ഞാനിവിടെ എടുക്കുന്നുള്ളത്. അതിനുശേഷം നമുക്ക് സ്റ്റിഫ് നെറ്റും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത് റെഡ് കളറിലുള്ള സ്റ്റിഫ് നെറ്റാണ്. ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫാബ്രിക് എടുത്തിട്ടുള്ളത്. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എടുക്കാം. ഇത് ഞാനിവിടെ 1/2 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാനിതുപോലെ 7.5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന 3 പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബോട്ടം പാർട്ടിലേക്കുള്ള ഫാബ്രിക്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇന്നെങ്കിൽ ഇതിലും എക്സ്ട്രാ ഫ്ലഫി ആയിട്ട് നിൽക്കുന്ന ഫ്രോക്കാണ് വേണ്ടതെങ്കിൽ ഒരു 2 മീറ്ററോ 3 മീറ്ററോ നെറ്റ് ഫാബ്രിക്കും കൂടെ എക്സ്ട്രാ എടുത്താൽ മതി. അതായത് ഡബിൾ ലെയറിൽ നെറ്റ് ഫാബ്രിക്കിന് കൊടുക്കുകയാണ് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഫ്രോക്ക്. ഇതിനേക്കാൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഫ്രോക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഈ ഫ്രോക്കുകൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബോഡി പാർട്ടാണ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ഞാൻ ബോഡി പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പേൾ വർക്കാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള 2 പേളും 2 കളേഴ്സും പഞ്ചിങ് പേൾ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് പഞ്ചിങ് പേളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ബൈ ഹാൻഡ് നമ്മൾ പേള് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ടൈം കൺസ്യൂമിങ് ആയിട്ടാണ് ഇതാണിത്. കാരണം ഓരോന്നും ഇതുപോലെ പഞ്ച് ചെയ്തിട്ട് എടുക്കണം നമ്മൾ. ഞാൻ ആദ്യം ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് ഓരോ പേളും പഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് ബോട്ടം പാർട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് 9 മീറ്റർ നെറ്റ് ഫാബ്രിക് നമുക്ക് ഗ്യാദേഴ്സ് ചെയ്തെടുക്കാനുണ്ട്. അതിൽ നമുക്ക് 3 കട്ടിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ 3 കട്ടിങ്സും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫാബ്രിക്സ് ഗ്യാദർ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് നമ്മൾ
നമ്മുടെ നെറ്റ് ഫാബ്രിക് ഗ്യാദർ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫാബ്രിക്സ് ചുരുക്കി വെച്ചിട്ട് ഗ്യാദർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് വലിച്ചിട്ടെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മൾ വേസ്റ്റിനനുസരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് നൂല് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ 9 മീറ്റർ ഫ്ലെയറും ഇതുപോലെ ഗ്യാദർ ചെയ്തിട്ട് വേസ്റ്റിൻ്റെ വിഡ്ത്തിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോട്ടൺ ലൈനിങ് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 14 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഓരോ പീസിന് മുകളിലേക്കും 7 ഇഞ്ച് വരുന്ന ലെങ്ത്ത് വരുന്ന പീസുകൾ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് പ്ലീറ്റ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ട് ആ ഭാഗത്തേക്കുള്ള പ്ലീറ്റ്സും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിന് മുകളിലായിട്ട് സെയിം രീതിയിൽ തന്നെ സ്റ്റിഫ് നെറ്റ് അല്ലെങ്കിൽ കണ്ടൻറ് ഫാബ്രിക്കും കൂടെ പ്ലീറ്റ്സ് ചെയ്ത് അതിൻ്റെ എഡ്ജസ് ബോട്ടം പാർട്ടൊക്കെ മടക്കി തയ്ച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോട്ടൺ ഫാബ്രിക്സ് അതുപോലെ സ്റ്റിഫ് നെറ്റും ലൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ സാറ്റിൻ ലൈനിങ് ഫുൾ സർക്കിളിലുള്ള ലൈനിങ് സെറ്റ് ചെയ്ത് വെക്കണം. അതിന് മുകളിലായിട്ട് നമ്മുടെ നെറ്റ് ഗ്യാദേഴ്സ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കും കൂടെ സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോ സെറ്റായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം നെറ്റ് ഫാബ്രിക്കും സാറ്റിനും സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് കോട്ടനും സ്റ്റിഫ് നെറ്റും വരുന്ന ആ പോർഷനും കൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കോട്ടൺ ലൈനിങ് നമ്മൾ വേസ്റ്റ് പോർഷനിൽ എക്സ്ട്രാ ഫാബ്രിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ അധികം വലിച്ച് സ്റ്റിച്ച് ചെയ്യാതെ ലൂസായിട്ടാണ് നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടം പാർട്ടിലേക്കുള്ള എല്ലാ ലെയേഴ്സും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാർട്ട് ഓവർലോക്ക് ചെയ്തെടുക്കണം. ഓവർലോക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് ഓപ്ഷനിലാണ്. ഞാനിവിടെ നമ്മളിവിടെ ലെയേഴ്സ് ഓഫ് ഫാബ്രിക്സും ഗ്യാദേഴ്സൊക്കെ വരുന്നത് കൊണ്ട് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ഓവർലോക്ക് ചെയ്തെടുക്കുന്നത് ബോട്ടം പാർട്ട്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് തന്നെ വരാം. ഇത് ഫ്രണ്ട് പോർഷനിലേക്കുള്ള വർക്കാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 2 days ഞാൻ ഈ ഒരു പേള് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ടൈം. അപ്പോൾ ഇതിൽ 2 സൈസും 2 കളേഴ്സുമാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈസി ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബൈ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡറും കഴുത്തൊക്കെ നന്നായിട്ട് വേദനിക്കും. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈനിങ് പോർഷൻസ് ഫസ്റ്റ് സാറ്റിൻ ലൈനിങ് പോർഷൻസ് കട്ട് ചെയ്തെടുക്കാം. 9.5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന 2 പീസ് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ബാക്ക് പോർഷനിൽ സിബ് വെക്കുന്നതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ ആം ഹോളും 4.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് എല്ലാ സൈഡും കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റിൻ്റെ ബോട്ടം പാർട്ടിൻ്റെ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ. ശേഷം നെക്കും അതുപോലെ തന്നെ ഷോൾഡേഴ്സും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷമാണ് ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ 7 ഇഞ്ചാണ് ഫ്രണ്ട് പോർഷനിലേക്ക് എടുത്തിട്ടുള്ളത്. സീയിങ് അലവൻസ് അടക്കം 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഡബിൾ ലൈനിങ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബോഡി പോർഷനിൽ നെറ്റ് ഫാബ്രിക് ആണല്ലോ ഔട്ടർ ലെയർ വരുന്നത്, അതുകൊണ്ട് തന്നെ ഡബിൾ ലെയർ കൊടുത്തിട്ടുണ്ട്. സാറ്റിൻ ഫാബ്രിക്കിൽ തന്നെയാണ് രണ്ടും ലൈനിങ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബോഡി പാർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഔട്ടറിൽ കൊടുത്തിട്ടുള്ള നൂലൊക്കെ വലിച്ചിട്ട് അതിന് സെറ്റ് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അതിന് നെക്കൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ബോഡി പാർട്ടിലെ വർക്ക്. കംപ്ലീറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡുവൽ ഷെയ്ഡ്സിൽ 2 സൈസും സ്മോൾ സൈസും മീഡിയം സൈസിലുള്ള പേഴ്സാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അത് ഇളകി പോവുകയും ചെയ്യില്ല. നൂലാണെങ്കിൽ കുറച്ച് എവിടെയെങ്കിലും ഇളകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് നല്ല ഫിക്സ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ എഡ്ജസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നെക്കൊക്കെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിനി ബാക്ക് പോർഷനിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 7.5 ഇഞ്ച് ആണ് വിടുത്തെടുത്തിട്ടുള്ളത്, ബോഡീൻ്റെ വിടുത്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ വൈഡ് വീനക്കാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷനിൽ. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏത് രീതിയിലാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെറ്റ് ഫാബ്രിക്കും ഇതേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇൻവിസിബിൾ സിബാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നെറ്റ് ഫാബ്രിക്കും സാറ്റിൻ ഫസ്റ്റ് ലൈനിങ്ങും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത ലൈനിങ് പീസും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് നല്ല വശത്ത് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മൾ ആം ഹോളും ഈ ഒരു ടൈമിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ സ്ലീവാണ്, നല്ല പ്ലസ് ആയിട്ടുള്ള സ്ലീവ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല. നമ്മളിവിടെ നെക്ക് പോർഷനും ആ സിബിൻ്റെ പോർഷനും കവർ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കത് തിരിച്ചിട്ടിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്സൈഡും ഇൻസൈഡും ഒരുപോലെ ഇൻവിസിബിൾ ആയിട്ട് സിബ് കിട്ടുന്നത്. ചില കസ്റ്റമൈസ്ഡ് ഫ്രോക്കിലൊക്കെ കാണാറില്ലേ, ഇൻസൈഡ് അതിൻ്റെ എഡ്ജസും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണുന്നുണ്ടാവും. നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇൻസൈഡും ഇൻവിസിബിൾ ആയിട്ട് തന്നെയാണ് ആ സിബ് കിട്ടുന്നത്. അപ്പം കുട്ടികൾക്കും അതിൻ്റെ ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല, യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണാം, നിങ്ങൾ സജഷൻസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ 2 ഷോൾഡേഴ്സും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഷോൾഡേഴ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ എഡ്ജസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പൈപ്പിംഗ് ഫൂട്ട് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കാരണം ഹാൻഡ് പേൾ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ എഡ്ജസൊന്നും നമുക്ക് നോർമൽ ഫൂട്ട് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. പൈപ്പിംഗ് ഫൂട്ട് യൂസ് ചെയ്തിട്ടാണ് എഡ്ജസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നെക്ക് പോർഷനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബോട്ടം പാർട്ട് ഉണ്ടല്ലോ, ഫസ്റ്റ് ലൈനിങ് സാറ്റിൻ ഫാബ്രിക്, അതിൻ്റെ ബോട്ടം പാർട്ട് ഇൻ്റർലോക്ക് ചെയ്തെടുക്കുന്നതാണ്. ഞാനിവിടെ ജനോം മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബോട്ടം ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ സ്റ്റിച്ച് ലെങ്ത്ത് വിഡ്ത്തും കാര്യങ്ങളൊക്കെ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇൻ്റർലോക്ക് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോട്ടം പാർട്ടൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ഫ്ലഫി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ലൈനിങ് പോർഷനിൽ 1 ലെയേഴ്സ് 1 or 2 ലെയേഴ്സ് സ്റ്റിഫ് നെറ്റ് ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 1 ലെയേഴ്സും കൂടെ നെറ്റ് ഫാബ്രിക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നല്ല ഫ്ലഫി ആയിട്ടുള്ള ഫ്രോക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ ഫിനിഷ് ചെയ്തെടുക്കാനുള്ള പോർഷൻസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ എഡ്ജസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ നെറ്റ് ഫാബ്രിക്കും ഡബിൾ ലൈനിങ് സാറ്റിൻ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഡ്ജസ് മൂവ് ചെയ്യാതിരിക്കാൻ, ഫാബ്രിക് മൂവ് ചെയ്യാതിരിക്കാൻ എഡ്ജസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രോക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവാണ്. നല്ല പ്ലഫി ആയിട്ടുള്ള ഫ്ലവർ സ്ലീവാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഈ ഒരു സ്ലീവ് ഞാനിവിടെ 4 ഇഞ്ച് ലെങ്ത് വരുന്ന ഫാബ്രിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആം ഹോള് നമ്മൾ മെഷർമെൻറ്റിന് കണക്കായിട്ട് എടുക്കാം. 7 ഇഞ്ചാണ് മെഷർമെൻറ്റ് വരുന്നത്, നമ്മൾ ആം ഹോള് വരുന്നത്. ഇവിടെ സ്ലീവൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓവർലോക്കൊക്കെ ചെയ്ത് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പ് ചെയ്തെടുക്കണം. ഇവിടെ ചെസ്റ്റ് വരുന്നത് 21 ഇഞ്ചസും വേസ്റ്റ് 20 ഇഞ്ചസുമാണ് വരുന്നത്. അപ്പോൾ അതിന് കണക്കായി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഓവർലോക്കൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ റൗണ്ട് സീനക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ വൈഡ് വീനക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് 2 പോർഷൻസും നമ്മുടെ ബോഡി പാർട്ടും ബോട്ടം പാർട്ടും ജോയിൻ ചെയ്തെടുക്കണം, അറ്റാച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സൈഡൊക്കെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോഡി പാർട്ടിലായാലും എഡ്ജസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്.
കാരണം എക്സ്ട്രാ ഫാബ്രിക്സ് ഒന്നും പുറത്ത് വരില്ല. ഇങ്ങനെ ഗ്യാദേഴ്സ് ഇട്ടിട്ടുള്ള ഫ്രോക്കൊക്കെ ചില കേസിൽ നമുക്ക് ഫാബ്രിക്സ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ഫാബ്രിക്സ് ഒരു ഗ്യാദേഴ്സ് ഒന്നും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ പുറത്തേക്ക് വരില്ല. ഇതുപോലെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഫ്രോക്ക് 2 ഫ്രോക്കിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ 2 പിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇതുപോലെ പേൾ വർക്കൊക്കെ വരുന്ന സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ഫ്രോക്കും പിന്നെ ഒരു നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഫ്രോക്ക് പക്ഷേ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഫ്ലവർ സ്ലീവ് വരുന്ന ഒരു ഫ്രോക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ്. പേൾ ബോഡി പോർട്ടിൽ ഫുള്ളായിട്ട് പേൾ വർക്കും അതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഫ്ലവർ സ്ലീവ് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ സ്ലീവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിതുപോലെ സർക്കിൾസ് ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. നെറ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് ഡയമീറ്റർ വരുന്ന സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് 1.5 ഇഞ്ച് റേഡിയസ് വരുന്ന സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് 2 മീറ്റർ ഫാബ്രിക്കാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. പക്ഷേ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും കുറച്ച് പോർഷൻസും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ 1.5 മീറ്റർ ഫാബ്രിക്സോളം വീണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2.5 മീറ്റർ ഫാബ്രിക് തന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫാബ്രിക്സ് കട്ട് ചെയ്തെടുക്കാം. ഈ പെറ്റൽസിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ സർക്കിൾസിൻ്റെ വലിപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയ ഫ്ലവേഴ്സ് വേണ്ടവർക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വലുത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും കട്ട് ചെയ്തെടുക്കാം. റേഡിയസ് ചേഞ്ച് ചെയ്താൽ മതിയാവും. നമുക്ക് ആവശ്യമുള്ളത്ര ഫാബ്രിക്സ് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ലീവിലേക്ക് നമ്മൾ ഫ്ലഫി ആയിട്ടുള്ള ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള പെറ്റൽസൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം സൂചിയും നൂലും യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സൂചി നൂലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ പെറ്റൽസും ഇതുപോലെ 2ആയി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു ഫ്ലവറായിട്ട് 3 പെറ്റൽസ് ഇതുപോലെ 3 സർക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഒരു ഫ്ലവർ ഈ സ്ലീവിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഓരോന്നും സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 3 സർക്കിൾസ് ആണ് നമ്മൾ ഒരു ഫ്ലവറായിട്ട് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. മിനിമം 3 ചെയ്യാം. അപ്പം ഞാനിവിടെ എത്ര എണ്ണമാണ് ഒരു സ്ലീവിലേക്ക് വരുന്നതെന്നുള്ള എണ്ണിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ അടുപ്പിച്ചെടുപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓരോന്നും. അപ്പോൾ നമ്മളിവിടെ 2 സ്ലീവിലേക്കും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ ഫ്ലവേഴ്സും. ബൈ ഹാൻഡ് സ്റ്റിച്ച് ചെയ്താലേ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫ്രോക്ക് ഇവിടെ റെഡി ടു ഡിസ്പാച്ച് ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമിൽ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനിതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ലക്ഷറി ഫിനിഷിംഗ് ഉള്ള ഒരു ഹെയർ ബാൻഡും അതുപോലെ തന്നെ പേൾ വർക്ക് വരുന്നൊരു ഷൂസും കൂടെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഒരു ബോ മേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ലുക്ക്. അപ്പം ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള ഷൂസാണിത്. അപ്പോൾ ഇത് നമ്മൾ റീൽസൊക്കെ എടുക്കുന്ന ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടി റീൽസൊക്കെ എടുക്കുന്ന ടൈമിലുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഇതുപോലെയുള്ള മേക്കിംഗ് വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.